നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവ്വൂരിൽ നിന്ന് നേരിട്ട് പ്രവേശനത്തിനുള്ള ശ്രമം ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലെ എൻട്രൻസുകളെ യാതൊരു തരത്തിലും ബാധിക്കില്ലെന്ന് എ.പി. അനിൽകുമാർ എം.എൽ.എ. നിലവിൽ ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം തുവ്വൂരിൽ നിന്നുകൂടി ഹൈവേയിലേക്ക് പ്രവേശനം നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. കരുവാരക്കുണ്ടിൽ എം. അലവിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എം.എൽ.എ. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ ഇരിങ്ങാട്ടിരിയിൽ നിന്നാണ്. റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള തുവ്വൂരിൽ നിന്നും പ്രവേശനം വേണമെന്ന ജനകീയ ആവശ്യം ശക്തമായതോടെ എ.പി. അനിൽകുമാർ എം.എൽ.എ. വിഷയം കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ധരിച്ചിരിക്കുന്നത് ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനം തുവ്വൂരിലേക്ക് മാറ്റുക എന്നതാണ്. അത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ലെന്നും ഇരിങ്ങാട്ടിരിയിൽ നിന്നുള്ള പ്രവേശനത്തോടൊപ്പം തുവ്വൂരിൽ നിന്നുകൂടി പ്രവേശനം അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുവ്വൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഒരു എക്സിറ്റ് എൻട്രി, അവിടെ കടന്ന് ഹൈവേക്ക് പോകുവാനും ഹൈവേയിൽ നിന്ന് ഇറങ്ങുവാനുള്ള ഒരു വഴി എൻട്രി വേണം എന്നുള്ളത് അവിടെ തുവ്വൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. അതിനകത്ത് മുസ്ലിം, കോൺഗ്രസും CPM എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. അപ്പോൾ അത് ലഭിക്കാനുള്ള ഒരു ശ്രമം അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് കുഞ്ഞാപ്പാജി ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അടിവരായിട്ട് പറയാം, ഇപ്പോൾ നമുക്കുള്ള ഇരിങ്ങാട്ടിയിലുള്ള എൻട്രി അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല. അത് ഒരു കാരണവശാലും അത്തരം കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ നിൽക്കില്ല എന്ന സംശയമാണ്. അതല്ല ഇതിനർത്ഥം. അവിടെയും വേണം. അതോടെ തുവ്വൂർ പഞ്ചായത്തിലൊന്നും ഉണ്ടാവുന്ന നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അതിന് ശ്രമം നടത്തണമെന്നുള്ളൂ. നമുക്ക് കഴിയും. നമ്മുടെയൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് അല്ല. എങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എൻട്രി, അതിനകത്തുള്ള പ്രവേശനങ്ങൾ വളരെ നിയന്ത്രിച്ചുകൊണ്ട് ആകെ പാലക്കാട് മുതൽ കോഴിക്കോട് വരെ ഇപ്പോൾ ഉള്ളത് 6 എൻട്രികളാണ്, 6 പ്രവേശന കവാടങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങാൻ അകത്തോട്ട് കയറാം. ഓരോ സ്ഥലത്ത് കയറുന്നതിനനുസരിച്ച് ഇത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെ അല്ല, ഹൈവേ പോലെ അല്ല, നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടപ്പാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ റോഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ ലാഭം കണക്കൂട്ടുന്നവരാണ്. ട്രെയിൻ യാത്രക്കാരുടെ സൗകര്യാർത്ഥം രാത്രി 8:10 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന ട്രെയിനിന് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് കണക്ഷൻ ലഭിക്കുന്നത് ഉറപ്പുവരുത്താനുള്ള ശ്രമവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും എ.പി. അനിൽകുമാർ എം.എൽ.എ. പറഞ്ഞു. ഒരു 10-25 ആളുകളുണ്ട്. ബസ്സാണെങ്കിൽ പോവുകയും ചെയ്തു. ഏതൊരു ബസ്സും തരാൻ പോയി. ഇനി 12 മണിക്കൊക്കെ ബസ് വന്നെങ്കിൽ അതിൽ നിൽക്കുന്നത് അതിലൊരു 5-8 ആള് കരുവാരക്കുണ്ടുകാരും തുവ്വൂരുകാരുമാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. കാരണം എപ്പോഴും ആ ട്രെയിൻ വൈകിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ കണക്ഷൻ കിട്ടില്ല. പിന്നെ ഷൊർണൂരിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ ഇടപെടും. അത് എങ്ങനെയെങ്കിലും നമ്മുടെ അതിൻ്റെ സമയം ഇത് വരുന്ന സമയത്ത്, അതായത് ഈ ട്രെയിൻ കണക്ഷൻ ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിൻ വരുന്ന വരെ നിൽക്കാനുള്ള സംവിധാനമോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ സമയം അല്പം കൂടി മുന്നോട്ട് വെച്ചിട്ട് 8:30 എന്നുള്ളത് 9 ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. മുസ്ലിം ലീഗ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ എം. അലവി അനുസ്മരണ സമ്മേളനത്തിലാണ് എ.പി. അനിൽകുമാർ എം.എൽ.എ. പ്രസ്തുത വിഷയങ്ങളിൽ വ്യക്തത വരുത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ.